അസ്സലാമു അലൈക്കും. എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോട് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ മലയാളക്കരയിൽ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം പാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക്, കാതങ്ങളോളം അകലെയാണെങ്കിലും നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥലങ്ങളിൽ എത്ര ദൂരെയാണ് നിങ്ങൾ പെട്ടതെങ്കിലും, എവിടെ നിന്ന് നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിലും വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ആ വിളിച്ചവൻ്റെ വായ അടയുന്നതിന് മുമ്പായി ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു സൃഷ്ടികളോടും അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒരു സൃഷ്ടികളോട് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടേയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഔലിയ അല്ലേ, ഔലിയാക്കളിൽ രാജാവല്ലേ? ആ ഔലിയാക്കളിൽ രാജാവായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം എത്രയെത്ര പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയെ ഒരിക്കലെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചതായി കാണാനില്ല. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എത്രയെത്ര പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ. ആരെയെങ്കിലും, ഔലിയാക്കളുടെ രാജാവായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എങ്കിലും ഒരു തവണ വിളിച്ചു പ്രാർത്ഥിച്ചോ? റസൂലുള്ളാഹിയെ വിളിച്ചു പ്രാർത്ഥിച്ചോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചതായി കാണുന്നുണ്ടോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ആരെയെങ്കിലും, അല്ലാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചതായി കാണുന്നുണ്ടോ? കാണാനില്ല. അങ്ങനെയുള്ള ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുവേതരോടുള്ള പ്രാർത്ഥന, അത് നിശ്ചയമായും നരകത്തിലേക്കുള്ള വഴിയാണ്, ശിർക്കിലേക്കുള്ള വഴിയാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിനിറങ്ങുമ്പോൾ അല്ലാഹുവിനോട് ഇരു കാൽമുട്ടുകളിൽ ഊന്നി നിന്നുകൊണ്ട് ഇരു കൈകളും മേൽപോട്ടുയർത്തിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് മഹാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, ഈ തുച്ഛമായ സമൂഹത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല റബ്ബേ. അതേസമയം അബൂജഹൽ സർവാംഗിത വിഭൂഷിതനായി ആയുധങ്ങളുമേന്തി ധാരാളം പടയാളികളെയുമേന്തി ഇതാ യുദ്ധത്തിനിറങ്ങുകയാണ്. ആ യുദ്ധത്തിനിറങ്ങുന്ന അബൂജഹൽ ചെയ്യുന്നതോ കഅബാലയത്തിലേക്ക് പോയിട്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അബൂജഹൽ അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഞങ്ങളിതാ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, സത്യത്തിൻ്റെ മാർഗത്തിലുള്ള പാർട്ടിയെ നീ വിജയിപ്പിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട്, സാക്ഷാൽ അല്ലാഹുവിനോട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും യുദ്ധം ചെയ്തു. അബൂജഹൽ പ്രാർത്ഥിച്ചതും അല്ലാഹുവിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അതേ അല്ലാഹുവിനോട്. പിന്നെ എന്തായിരുന്നു അവിടെ പ്രശ്നം? അവിടെയുള്ള പ്രശ്നം, അബൂജഹൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്തിരിഞ്ഞിട്ട് ഒരു കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ലാത്തെ കാക്കണം, ഉസ്സെ കാക്കണേ, മനാത്തെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിക്കുമായിരുന്നു. എന്നാൽ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും, എന്നുവേണ്ട ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ പോലും ഉണ്ടായാൽ പോലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണേ, അല്ലാഹുവേ നീ എന്നെ കാക്കണേ എന്നായിരുന്നു. വ്യത്യാസം ഇതാണ്.
ഈ വ്യത്യാസം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. സാക്ഷാൽ അല്ലാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, അതിനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധം ചെയ്തത്. എന്നാൽ ഇന്നത്തെ ഈ സമൂഹം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ ഒരവസ്ഥയിലേക്ക് മടങ്ങുകയല്ലേ. മനുഷ്യനായ ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത്? തീർച്ചയായും ഇത് ശിർക്കല്ലേ സഹോദരന്മാരെ, നരകത്തിലേക്കുള്ള വഴിയല്ലേ. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് ശിർക്ക് ചെയ്തവന് സ്വർഗം ഹറാമാണെന്നാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു കാക്കട്ടെ, നമ്മെ രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.